ഹലോ ഹലോ. അനീഷ്. ഹലോ അനു. നീ ഉറങ്ങിയാ? ഉറങ്ങാൻ നോക്കുന്നു. ഞാൻ വിചാരിച്ച നീ അനു വിളിക്കൊന്നുമില്ല. അല്ല, നീ വിളിച്ചപ്പോ പിന്നെ അനക്ക് അങ്ങ് നാട്ടില് വരണം തന്നെയുണ്ട്. എന്നിട്ട് വരുവോ? എന്നിട്ട് എന്താ വരാതെ? വരും ഞാൻ 2 ദിവസം കൊണ്ട്. 2 ദിവസം കൊണ്ട് വരുവാ? ഉം. ഞാൻ അങ്ങോട്ട് വരാൻ വേണ്ടി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അനു ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ. എന്നാ നീ ഇങ്ങോട്ട് വരുന്നാ? അല്ല, അനു 2 ദിവസം കൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ പിന്നെ എനക്ക് അനുവിനെ കാണണം തന്നെ. അല്ല, അന്ന് ഇന്നലെ നീ വിളിച്ചപ്പോ മുതലാന്ന് എനക്കും ഇതില്ലാണ്ട് എന്ന് പറയണ്ടേ, നിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്തൊന്നില്ലാണ്ട്? നിനക്കറിയില്ല? അതെ, പറ. ഏതില്ലാണ്ട് എന്നാ പറഞ്ഞേ? നമ്മള് രണ്ടാളും കൂടിയിട്ട് ചെയ്യുന്നത് തന്നെ. ഡ്രൈവിംഗ് ഇല്ലേ? കാറിന്നുള്ള ഡ്രൈവിംഗോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നുള്ള ഡ്രൈവിംഗ്? ഏതാന്ന് പറഞ്ഞ? വീട്ടിൽ നിന്നുള്ള ഡ്രൈവിംഗ്. അതന്നെയാന്ന് ഞാനും പറഞ്ഞേ. എനിക്കിപ്പോ അനുവിനെ ഇല്ലാണ്ട് ഇവിടെ കിടക്കാനൊന്നും പറ്റുന്നില്ല. അല്ല, നമ്മള് രണ്ടാളും ചെയ്തതല്ലോ ഓർമ്മിച്ചിട്ട് നോക്കുമ്പോ എനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അനുവിന് അങ്ങനെ തന്നെ ഉണ്ടാവണം. അങ്ങനെ തന്നെ വരണം. എന്നാലേ അനു വേഗം വരുള്ളൂ. വരാൻ പറ്റാത്തതായോണ്ടാ ഞാൻ പിടിച്ചു നിന്നത്. ഇനി പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അനു വന്നിട്ട് പോണം. ഈ 2-3-4 ദിവസത്തെ ഇതെല്ലാം ഒന്ന് എനിക്ക് അനുവിനെ കിട്ടാൻ വേണ്ടി നിൽക്കുക ഞാൻ. അല്ല, ഞാനും അനീഷിനെ കാണാൻ തന്നെ നിൽക്കുന്നു. എനക്കും അനീഷിന് പുതിയ പുതിയ ഇതുണ്ട്, ഒന്ന് പഠിപ്പിച്ചേരാ. എന്ത്? അതെല്ലാം ഉണ്ട്. ഞാൻ വന്നിട്ട് പഠിപ്പിച്ചേരാം. പുതിയ പുതിയ ഐറ്റം ഉണ്ട്. അതെങ്ങനെയാ അനുവിന് പുതിയ ഐറ്റം അവിടെ പേരം കിട്ടിയതാ? അതൊന്നും അനീഷ് അറിയണ്ടാവും. അത് സാരല്ല. അനു വേഗം വാ. എന്നിട്ട് വേണം. എന്നിട്ടെന്നാ സാധാരണ അനുവല്ലേ എന്നെ കൊണ്ടുവരാൻ ചെയ്യൂല. ഇത് ഞാൻ തന്നെ അങ്ങോട്ട് ചെയ്യും. എനിക്ക് അങ്ങനെ ഇതായിട്ടുണ്ട്. നിന്നെക്കാളും ഇതായിട്ടാ ഞാനുള്ളത്. മറ്റേ എന്തെല്ലാം ചെയ്തത്? ഞാൻ ചെയ്തതാ? അനു നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചല്ലേ. ഇപ്പൊ അനക്കാണ് അതെല്ലാം ആദ്യം ചെയ്യണം 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 ഇങ്ങനെ തോന്നും കേൾക്കുമ്പോ. അതെല്ലാം തെറ്റിയാന്ന് എനക്കും തോന്നുന്നു. എനിക്ക് പഠിപ്പിച്ചു തന്നതാണെങ്കില് ഞാൻ 2 ദിവസം കൂടി നിക്കുവാന്ന് നോക്കുന്നു. ഒന്ന് നിക്കണ്ട. രാവിലെ ഇങ്ങ് പോവ്. നിക്കാണ്ടിരിക്കാൻ പറ്റൂല നീശേ. അതുകൊണ്ടല്ലേ ഞാൻ പിടിച്ചു നിൽക്കുന്നു. ഇന്ന് വന്നില്ലെങ്കിൽ ഞാൻ ഇന്ന് ഇത് രാവിലെ കയറിയ വൈകുന്നേരം എത്തൂലേ? എത്തും. അപ്പൊ തന്നെ വരും വീട്ടില്. അന്ന് എന്നിട്ട് ഞാൻ എത്തിയപാടെ വിളിക്കും. അപ്പൊ രാവിലെ എത്തിയിട്ട് രാവിലെ വരണം കേട്ടാ. എപ്പം വിളിച്ചാലും ഞാൻ വരും. അപ്പൊ പണിയൊന്നും പ്രശ്നമില്ല അല്ലേ? അതെന്തിട്ടാ അറിയില്ല. ഈ പണി നോക്കിയിട്ട് കാര്യമില്ലാന്ന് വിചാരിച്ചു. ഇപ്പൊ വിചാരിക്കുന്നു അനുവിന്റെ ഒപ്പം തന്നെ അങ്ങ് വന്നാ ചെയ്യുന്നു. ഞാൻ വിളിച്ചിട്ടില്ല. അനീഷ് വരായിട്ടല്ലേ. ഞാൻ പറഞ്ഞിട്ടില്ലേ ഇത് പഠിച്ചാ പിന്നെ നിക്കാൻ പറ്റൂലെന്ന്. അനുവിനെ ഞാൻ തന്നെ ഇങ്ങനെ ഓരോന്ന് പഠിപ്പിച്ചിട്ട് ഇങ്ങനെ ആക്കി. അനീഷിന് ഇപ്പൊ ക്ഷമയില്ലാണ്ടായല്ലേ? ഇപ്പൊ അത് ഞാൻ ഇങ്ങനെ ഉറങ്ങാൻ കിടക്കുമ്പോല്ലോ ഞാൻ അനു കാണിച്ചു തന്നെ ഓരോ ഭാഗം ഇങ്ങനെ ഓർമ്മിക്കുമ്പോ എനിക്ക് ഇങ്ങനെ കൈയും കാലെല്ലാം തയ്ക്കുന്നു.
ഇന്ന് അനീഷ് ക്ലിയർ ഇല്ല ഫോൺ. അതെന്തീറ്റാ? നീ റൂമിലാ ഉള്ളത്? ഞാൻ കിടന്നിട്ടല്ലേ ഉള്ളേ. അതാണ് ഇപ്പൊ ഒരു ക്ലിയർ കുറഞ്ഞു. ഇപ്പം ക്ലിയർ അല്ലേ? ആ ആ, അത് ഞാൻ കിടന്നിട്ട് സംസാരിച്ചിട്ടായിരിക്കും. ഓ, ഇത് കിടന്നിട്ട് ഇങ്ങനെ ആലോചിക്കലായിരിക്കും അല്ലേ? ആ, അന്നേരം അതിനെ വിളിച്ച. എനിക്ക് പിന്നെ ഓരോന്നും ആലോചിക്കാനില്ല. തെരിപ്പളിയായിരിക്കും. ടൈപ്പെല്ലാം 2-3 ദിവസമായിട്ടുണ്ടായിരുന്നു. അനുവിന്റെ എന്താ ഞാനിവിടുന്ന് എങ്ങനെയാ രക്ഷപ്പെടേണ്ടതെന്ന് വിചാരിക്കുന്നു. അതൊന്നും രക്ഷപ്പെടാൻ അനുവിന് എന്തായാലും പിടിച്ചോണ്ടുപോയതാ? പിടിച്ചുകൊണ്ടൊന്നുമില്ല. പിന്നെന്നാ? അല്ല, 2 ദിവസത്തെ തിരക്കും കൂടി കഴിഞ്ഞിട്ട് ഞാൻ രക്ഷപ്പെടാൻ നോക്കുന്നു. എനിക്ക് പറ്റുന്നില്ല തീരെ. അതിനല്ലേ ഞാനും പറയുന്നു. നാളെ തന്നെ രാവിലെ ട്രെയിൻ ഉണ്ടാവില്ല, അതിന് കയറ്റിട്ട് പോയിരിക്കും. അങ്ങനെ വരാൻ പറ്റുമെങ്കിൽ ഞാൻ എപ്പോഴേ വന്നിട്ടുണ്ടാവൂ. വന്നിട്ടുണ്ടാവും. ഇന്നലെ എന്നിട്ട് അനുവില് എന്നോട് പറഞ്ഞ വെള്ളരിക്ക മേടിച്ചു പോകുന്നു. എനിക്ക് വാങ്ങിയാ? അതൊന്നും മേടിച്ചിട്ടില്ല. എന്തേ? അത് വാങ്ങിക്കോ. അത് വേണ്ട, അത് അനുവിനെ പോലെ ആവുക. പോലെ ആവും ചോദിച്ചാലില്ല. സമാധാനത്തിന്. സമാധാനം അതൊന്നുമല്ല എനിക്ക്. എന്റെ ചെറിയ സമാധാനം കിട്ടൂലേ? കൈക്കെല്ലാം ഒരു തരിപ്പ് വന്നു. അങ്ങനെയായി. ഇപ്പൊ നീ വിചാരിക്കുന്നുണ്ടാവല്ലേ ഇതൊന്നും അറിയാതെ നല്ലത്? ആ, അറിയാതെ നല്ലൊന്നുണ്ട്. എനിക്കിപ്പോ ഒരു തേങ്ങാറ്റം കിട്ടിയിട്ട് ഞാൻ ഇങ്ങനെ അമർത്തിയിട്ട് തേങ്ങ ഇങ്ങനെ പൊട്ടിച്ചിട്ടുണ്ടോ. അങ്ങനെ പിടിച്ചിട്ട് ഞെക്കാനും അമർത്താണ്ടാവും. അല്ല, എന്നെ പൊടിച്ചാളിയാന്ന് ചോദിച്ചേ കിട്ടിയത്. പിന്നെ എത്ര പിടിച്ചാലും പൊടിയിലല്ലേ, ഇങ്ങനെ ഞെങ്ങി കളിക്കൂലേ. ഇങ്ങനെ ഞെങ്ങി കളിക്കൂലേ ചെയ്യൂ. അതിന് മാത്രം ഇല്ലേ? ഞെട്ടിപ്പൊട്ടിക്കൽ തന്നെയല്ലേ. നാളെ വരൂല? നാളെ വരാന് ഞാൻ നോക്കട്ടെ. പറ്റുമെങ്കിൽ ഞാൻ വരൂ. അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് വരും. രാവിലെ കേറുമ്പം തന്നെ വിളിക്കണമെന്നാലേ? എന്തിനാ ഇത്ര ഇത്? അല്ല, അന്നേരം ഒരു കിട്ടുമല്ലോ. വരുന്നുണ്ടെന്ന് വിചാരിക്കാലോ. വന്നപാടെ വരാനാ വീട്ടില്? വന്നപാട് വരും ഞാൻ. ഷനീഷിന്റെ ആക്രാന്തം കാണുമ്പോ ഞാൻ വെറുതെ വന്നത് അല്ലേ ഷനീഷേ? ശരിക്കും എന്തിനാ പോയിന്? അത് ഞാൻ വന്നിട്ട് പറയാന്ന് പറഞ്ഞില്ലേ, കാര്യമുണ്ട്. അല്ല, പുതിയ പഠിപ്പിക്കാണ്ട് എല്ലാം പറയുമ്പോ അതിനോട് പഠിക്കാൻ പോയത് അങ്ങനാ പുതിയ? അനീഷിന്റെ സംശയം മാറൂല. സംശയമല്ല, അങ്ങനെ പറഞ്ഞോണ്ട് പറഞ്ഞ പുതിയ ഇത് ഞാൻ പഠിപ്പിച്ചതാന്ന് പറഞ്ഞാൽ എനക്ക് അറിയുന്നതോന്നു. ഓരോന്നോരോന്നായിട്ട് പഠിക്കാലോ. അങ്ങനെ ഇനി എന്തെല്ലാം പഠിക്കാനുണ്ട് അനീഷിന്? ഇത്ര തന്നെ പഠിച്ചിട്ട് അനീഷിന് നിൽക്കാൻ പറ്റുന്നില്ല അല്ലേ? ഇനിയും കൊറേ ഉണ്ട്. അപ്പൊ അനീഷ് എങ്ങനെ നിൽക്കും? അന്നേരം അനുകൂടി പോണ്ടെന്നാ മതി. അനു ഇങ്ങനെ പോന്ന ഞാൻ അറിയില്ലല്ലോ. അതൊക്കെ പോണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അനീഷ് നയ്യ എന്നും പോവും. അറിയില്ല, പറയുക. നേരം അതെനിക്കറിയില്ല. വേറെ ഒന്ന് ചെയ്യാൻ ചോദിച്ചാല് ഞാൻ ഈ പറഞ്ഞതല്ലേ നടക്കൂടൂ. ഏത്? ഇപ്പൊ ഞാൻ പറഞ്ഞു ഇന്നലെ സാധനം വാങ്ങുവോ? വെള്ളരിക്ക വെച്ചാല്
അതല്ലേ അത് മാത്രല്ലേ പറ്റുള്ളൂ. അതേ പറ്റൂ. ഉം. അനീഷിന് മൂഡ് ഔട്ട് ഉണ്ടോ? മൂടോട്ട് അനു വരാതെ എന്റെയാണ്. അമ്മയൊന്നും ചോദിച്ചില്ല? ഒന്നും എന്താ നീ ഇപ്പൊ എവിടെ പോകാതുകൊണ്ട്? ചോദിച്ചിട്ടൊന്നുമില്ല. ഇന്ന് പോയിന് ഞാൻ, ഇന്ന് പണിക്ക് പോയിന്. രാവിലെ ഡ്രൈവിങ് പഠിക്കാൻ പോക്കില്ലേ എന്നുള്ള ചോദിച്ചു. നമ്മൾ ഇപ്പം പോകണ്ട, കുറച്ചൊന്നും കഴിഞ്ഞിട്ടേ പോകണ്ടു. ഉത്സാഹം കുറഞ്ഞല്ലേ? എനക്കും ഉത്സാഹം കുറഞ്ഞു. അതിന് വന്നാ ശരിയാവും. ഞാൻ വരാൻ നോക്കാം. വന്നിട്ട് ഞാൻ ദിവസം പണിയും മയ്യാക്കിട്ട് വരുമ്പോഴേ വരുവേ. വന്നാടാ? അനീഷിന് ഇങ്ങനെ കാണാനേ എന്നാ പറഞ്ഞേ? അല്ല, ഞാനാടെ ഉണ്ടാവും. അനീഷിനെ വിളിച്ചാ വരത്തില്ലല്ലോ. അതതിന് ദൂരെ പോയാലേ മനസ്സിലായേ. ദിവസം പോണേന്നൊന്നും ആയിരിക്കും ഇപ്പൊ. അങ്ങനെയാണ് മനസ്സിലാവുക. ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് പിന്നെ പിടിച്ചു നിൽക്കാൻ പാടാ. അപ്പൊ അനു എങ്ങനെയാ നിക്കുവ? ഞാനും ഇങ്ങനത്തെ നിൽക്കുന്നു, അന്വേഷിക്കുന്ന തന്നെ. അന്ന് മേടിച്ചൊന്നും മേടിച്ചിട്ടില്ലല്ലോ. എന്നെ കൊണ്ട് മേടിക്കാൻ പറഞ്ഞ അനു ഒറ്റക്ക് പോയി മേടിച്ചാ ഓടിയേക്കുന്നു? അതൊന്നും വാങ്ങിയിട്ടില്ല. അതിന്റെ ഒന്നും ആവശ്യമില്ല. മനസ്സിൽ എന്തോ ഒരു സംശയം. അതൊന്നുമില്ല, അനുവിന് വന്നാല് എല്ലാം തീരും. പിന്നെ അനീഷ് കിടന്നു. രാവിലെ വിളിക്കുവാ? രാവിലെ വിളിക്കാൻ പറ്റുമെങ്കിൽ വിളിക്കുക. ശരി. ശരി.